ഒരുപാട് നല്ല ഭക്ഷണശാലകളൊക്കെയുള്ള നല്ല രുചി വിളമ്പുന്ന സ്ഥലമാണ്. സാഹിത്യ നഗരത്തിന്റെ പവറിലാണ് ഇപ്പോൾ AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നത്. AK അഭിലാഷ്, നല്ല ഭക്ഷണം വിളമ്പുന്ന നമ്മുടെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ രുചിയുടെ കോഴിക്കോടെന്നാണ്. അപ്പോൾ ആ രുചിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമോ? പച്ചക്കറിക്കും മീനിനും ചിക്കനും ബീഫിനും ഒക്കെ ഇങ്ങനെ വില കുതിച്ചു കയറുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം അഭിലാഷ്? സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിഥികളെ നന്നായി സ്വീകരിക്കുന്ന ഒരു നാടാണ് കോഴിക്കോട്. പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അതിഥികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം സെർവ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് എന്ന് വേണം പറയാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വൈബുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ബീച്ചാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം സാധനങ്ങളൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നൽകുന്നതിന് വേണ്ടി ഏതാണ്ട് 500ഓളം തട്ടുകടകളാണ് ഈ കോഴിക്കോട് ബീച്ചിൽ മാത്രമായിട്ടുള്ളത്. ഇതിൽ പലതും ഇന്നിപ്പോൾ വിലവർദ്ധനവിൽ നട്ടം തിരിയുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പച്ചക്കറിയുടെ വിലയിൽ ഏതാണ്ട് ഇരട്ടിയിലേറെയാണ് ഇപ്പോൾ വർധനവുണ്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വെളുത്തുള്ളിക്കൊക്കെ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇഞ്ചിക്ക് ഏതാണ്ട് ഡബിൾ സെഞ്ചുറിയിലേക്ക് പോകുന്നു. തക്കാളിക്കാണെങ്കിൽ സെഞ്ചുറിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഓരോ വിഭവങ്ങൾ, ഓരോ പച്ചക്കറി ഐറ്റത്തിനും വലിയ തരത്തിൽ വില ഉയരുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നേരിടുന്നത്. ഓരോ തട്ടുകടയിലും ഏതാണ്ട് 10ഓളം ജീവനക്കാരാണ് തൊഴിലെടുക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ ഇതിന് ഒന്നിടവിട്ടുള്ള ഈ തട്ടുകടകളൊക്കെ പൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. കാരണം ഇത്രയേറെ വിലവർദ്ധന വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നാണ് ഇവർ പലരും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന വില തന്നെയാണ് ഇപ്പോൾ ഓരോ തട്ടുകടയിലുള്ളത്. അതായത് ചായക്ക് 10 രൂപ, കടിക്ക് 10 രൂപ, അങ്ങനെ വില വർദ്ധിപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഹോട്ടലുകളിലൊക്കെ ഇതിന് ഇടക്കാലത്ത് തന്നെ പലപ്പോഴും വില വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കളിലേക്ക് ഇതിൻ്റെ ആഘാതം കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തട്ടുകടകൾ ഇപ്പോഴും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഈ തട്ടുകട നടത്തുന്ന ഒരാളോട് ചോദിക്കാം, ചേട്ടാ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എങ്ങനെയാണ് പച്ചക്കറി വില? എങ്ങനെയാണ് നിങ്ങൾ? ആദ്യം 25-30 രൂപക്ക് വാങ്ങിയ സാധനം 60 റുപ്യ 70 റുപ്യക്കാണ് പച്ചക്കറി. ഞങ്ങൾ വില ആണെങ്കിൽ പഴയ വിലക്ക് തന്നെ വിൽക്കുകയും ചെയ്യും. ഉള്ളി ആയാലും അതേമാതിരി തന്നെ 20 റുപ്യക്കിൻ്റെ ഉള്ളി 40 റുപ്യ 45 റുപ്യ. ഉള്ളി, കോളിഫ്ലവർ, തക്കാളി, വെളുത്തുള്ളി, ഇങ്ങനെയുള്ള ഓയിൽ കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും പച്ചക്കറി ഒക്കെ ഡബിൾ വിലയാണ്. ഞങ്ങളിപ്പോഴും 10 രൂപ തന്നെയാണ് കടികൾക്കും ചായക്കും. എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത്? നടത്തിക്കൊണ്ടുപോകേണ്ട കച്ചവടമല്ലേ, അതിങ്ങനെ ഒപ്പിച്ചിങ്ങനെ പോകാനാണ്. എത്ര ജീവനക്കാരുണ്ട് ഇവിടെ? 3 പണിക്കാരുണ്ട്. ഒരു 1000 റുപ്യ എന്തായാലും ഒരിക്കൽ ശമ്പളം ഉണ്ടാവും. 800 രൂപ 1000 റുപ്യ ശമ്പളം കൊടുക്കണം. അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും അങ്ങനെ തട്ടിമുട്ടി ഒപ്പിച്ച് കൊണ്ടുപോകും. മുട്ടക്കാണെങ്കിൽ ആദ്യം 4 റുപ്യ 3 റുപ്യൊക്കെ വില, അതിന് 6 റുപ്യ 6.50 ഇപ്പോൾ വില. അതും ഞങ്ങൾക്ക് വലിയൊരു അടിയാണ്. ഇതൊക്കെ ഞങ്ങൾക്കാണ് എന്തെങ്കിലും 10 റുപ്യ കിട്ടുന്നത് നഷ്ടമായി വരുന്നത്. ഏതൊക്കെ ഐറ്റമാണ് കൂടുതൽ വിറ്റ് പോകുന്ന ഐറ്റം കോളിഫ്ലവറും പിന്നെ കടുക്കയാണ് വെച്ചത്. കടുക്കൊക്കെ 7 റുപ്യൊക്കെ വിലയാണ്. പച്ച കടുക്കക്ക് 15 റുപ്യ ആണ് വിൽക്കുന്നത്. ചില സ്ഥലത്തൊക്കെ 20 റുപ്യ വിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും 15 റുപ്യ വിറ്റ് ഒപ്പിക്കാൻ കഴിയുന്നില്ല. ഈ ഉള്ളിയുടെ വില വർദ്ധിച്ചോട് കൂടി ഉള്ളിയുടെ വട്ടം കുറച്ചിട്ടുണ്ട്, വലിപ്പം കുറച്ചിട്ടില്ല. ഉള്ളിവടൊക്കെ സാധാരണ ഉള്ളിവട തന്നെയാണ്. ഞങ്ങൾ വലിപ്പമൊന്നും കുറച്ചിട്ടില്ല. തൽക്കാലം ഒന്നിങ്ങനെ കുടിച്ചിട്ടാണ് കൊടുക്കുന്നത്. വില കുറയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ ഇടയ്ക്കൊന്ന് വില കൂട്ടണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്ന മാതിരി നിങ്ങൾക്ക് ഓടി കിട്ടില്ല. ഐറ്റത്തിന് എണ്ണം കുറച്ചിട്ടുണ്ടോ ഇപ്പോൾ? ഇല്ല. ഐറ്റമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന മുളക് ബജി, പഴംപൊരി, ഉള്ളിവട, കടുക്ക പൊരിച്ചത്, കോളിഫ്ലവർ, കാടമുട്ട, ഗ്രീൻ പീസ് മസാല, ഈ ഐറ്റങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇപ്പോഴും ഇങ്ങോട്ട്? ആളുകൾ വരുന്നുണ്ട്. പിന്നെ കൂടുതൽ കടകളും പൂട്ടിയിട്ടാണ് കാരണം വിറ്റിട്ട് പിന്നെ പണിക്കാരെ കൂലിയൊന്നും കൊടുക്കാൻ കഴിയാതാകുമ്പോൾ. സുജിയ, ഇവർ പറയുന്നത് പണിക്കാരുടെ കൂലി പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ തട്ടി ഒപ്പിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കാരണം 4-5 തൊഴിലാളികൾ ഇത്തരത്തിൽ ഓരോ തട്ടുകടകൾ ബേസ് ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇത്തരം പച്ചക്കറികളുടെ വില കുതിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ കോഴിമുട്ടയുടെ വില ഏതാണ്ട് 6 രൂപയ്ക്ക് അടുത്തായി നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പല കടകളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. വലിയ കഷ്ടമാണ്. തട്ടുകടകൾ പോലും തട്ടിയും മുട്ടിയും പോകേണ്ട അവസ്ഥയിലാണ്. അപ്പോഴും നേരത്തെ രുചി വിളമ്പിയിരുന്ന ഇടത്ത് എങ്ങനെയാണ് കൃത്രിമം കാണിക്കുക എന്ന ഒരു ചോദ്യം അവരൊക്കെ നേരിടുന്നുമുണ്ട്. ഉള്ളിവടയിൽ ഉള്ളിയുടെ അളവ് കുറച്ചും വലിപ്പം, അതായത് ചിറകൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഉള്ളിവടയാണെങ്കിൽ അതൊക്കെ കുറച്ചൊന്ന് ഒതുക്കി പിടിച്ചും അങ്ങനെയൊക്കെയുള്ള കൃത്രിമം കാണിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടാതെ ഈ വില കുറയുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് നമുക്കും അത് കാണുമ്പോൾ തോന്നുന്നത്.